മാംഗല്യം 2. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ദേവദത്തൻ തിരുമേനിയും പുരുഷോത്തമ കൈമൾ മാഷും ബാല്യം മുതലുള്ള കൂട്ടുകാരാണ്. ഡിഗ്രി വരെ ഒപ്പമായിരുന്നു ഊണും ഉറക്കവും പഠിത്തവുമെല്ലാം. അതിനുശേഷം തിരുമേനി പൂജാ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ കൈമൾ PGയും PSCയും ഒക്കെയായി തിരക്കിലായി. അന്നേ നന്നായി പഠിക്കുന്ന മാഷിന് വില്ലേജ് ഓഫീസിലാണ് ആദ്യം ജോലി കിട്ടിയത്. അവസാനം തഴക്കര വില്ലേജിലെ വില്ലേജ് ഓഫീസറായിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് മുന്നേ അവിടുത്തെ ട്യൂട്ടോറിയലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രായം മുതലേ പുരുഷോത്തമനെ എല്ലാവരും വിളിച്ചിരുന്നത് കൈമള് മാഷ് എന്നാണ്. പിന്നെ പിന്നെ അതൊരു പേരായി. ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ തന്നെ മാഷിന്റെ കല്യാണവുമായി. സുമിത്ര ഒരു പക്കാ നാട്ടിൻപുറത്തുകാരി. പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന ആ ദമ്പതികൾക്ക് ആദ്യത്തെ വിവാഹ വാർഷിക സമ്മാനമായി കിട്ടിയത് ഒരു മകളെയാണ്, നർമ്മദ. പിന്നെയും 8 വർഷം കഴിഞ്ഞു സുമിത്രയ്ക്ക് അടുത്ത കുഞ്ഞാവാൻ. അതാണ് ഹരിനന്ദൻ. ഹരിക്ക് ഏതാണ്ട് 10 വയസ്സ് തികഞ്ഞപ്പോഴാണ് സുമിത്രയ്ക്ക് വയറ്റിൽ ഒരു മുഴ കണ്ടുപിടിക്കുന്നത്. അതന്ന് സർജറി ചെയ്ത് മാറ്റിയെങ്കിലും പിന്നീടും മുഴകളുണ്ടായി. ആ കുടുംബത്തിന്റെ സർവ്വസന്തോഷത്തെയും കെടുത്തിക്കൊണ്ട് ആ വർഷത്തെ ഓണം പുലരും മുന്നേ സുമിത്ര അവരെയെല്ലാം വിട്ട് യാത്രയായി. പിന്നെ ഹരിയുടെ അമ്മയും അച്ഛനും എല്ലാം അവന് തന്റെ ചേച്ചിയായിരുന്നു. ഒരു പരിധിവരെ അമ്മയുടെ കുറവറിയിക്കാതെ തന്നെയാണ് നർമ്മദ അനിയനെ വളർത്തിയത്. അതിനുവേണ്ടി മാത്രം ഡൽഹിയിൽ പഠിക്കാൻ നല്ല കോഴ്സുകൾ കിട്ടിയിട്ടും നർമ്മദ അതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെയാണ് ഡിഗ്രിയും PGയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഗസ്റ്റായി പഠിപ്പിക്കാൻ വന്ന വിനോദിന് നർമ്മദയെ കണ്ട് ഇഷ്ടമായി. അദ്ദേഹം കല്യാണാലോചനയുമായി വന്നപ്പോൾ എതിർക്കാൻ പാകത്തിലൊന്നും കൈമള് മാഷിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ആ സമയം നർമ്മദ മുന്നിലേക്ക് വെച്ചത് ഒരേ ഒരു നിർബന്ധമായിരുന്നു: തന്റെ അനിയൻ ഒരു പാകമാകും വരെ അവനെ ഉപേക്ഷിച്ച് വരില്ല എന്ന്. നർമ്മദയെ അതിനോടകം ഒരുപാട് സ്നേഹിച്ചു പോയ വിനോദിന് അത് അംഗീകരിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അന്നൊരു ദിവസം ചെറുക്കന്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്ന് മുതൽ പെൺവീട്ടിൽ താമസം തുടങ്ങുകയായിരുന്നു വിനോദ്. എല്ലാം കൊണ്ടും ആ കുടുംബത്തിലേക്ക് ചേരുന്ന പോലെ ഒരു നല്ല മനുഷ്യനായിരുന്നു വിനോദ്. അവർക്കൊരു മകൾ നിരുപമ, ഇപ്പോൾ +1 പഠിക്കുന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഹരി അവന്റെ ഇഷ്ട പ്രൊഫഷനായ ടീച്ചിങ് തന്നെ തിരഞ്ഞെടുത്തു. അധികം കാത്തിരിക്കാതെ തന്നെ അടുത്തുള്ള ഗവൺമെന്റ് LP സ്കൂളിൽ അവന് ജോലിയാവുകയും ചെയ്തു. അവിടെ ജോലിയായി 6 മാസം കഴിഞ്ഞതും വിനോദ് വഴി വന്ന ബന്ധമാണ് നീരജയുടെ. മരുമകന്റെ ബന്ധമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ വളരെ പെട്ടെന്നാണ് ആ കല്യാണം നടന്നത്. അങ്ങനെ നീരജ ഹരിയുടെ പാതിയായി ആ വീട്ടിലേക്ക് എത്തി. പിന്നെ വളരെ കുറച്ചു കാലമേ ആ കൂട്ടുകുടുംബം നിലനിന്നുള്ളൂ. ഏതാണ്ട് 6 മാസം കഴിഞ്ഞതും പിണക്കവും പരിഭവവും ഒന്നുമില്ലാതെ തന്നെ നർമ്മദ വിനോദിന് കുടുംബ ഓഹരിയായി കിട്ടിയ വീട്ടിലേക്ക് താമസം മാറി. അന്ന് അവരുടെ നിന്നും മാറാതിരിക്കാൻ ഹരി ഒരുപാട് വഴക്കുണ്ടാക്കിയെങ്കിലും വിനോദും നർമ്മദയും ഒരു പുഞ്ചിരിയോടെ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ നിന്നും മാറി. ചേച്ചിയും ചേട്ടനും മകളും വീട്ടിൽ നിന്നും മാറിയതിന്റെ സങ്കടമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഒരു പരിധിവരെ മറന്ന് ഹരി നീരജയ്ക്കൊപ്പം സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. അതിനിടയിൽ അവൾ പ്രഗ്നന്റായി. അവർക്ക് ഒരു മകളുണ്ടായി, നക്ഷത്ര. നീരജയ്ക്ക് അവൾ നച്ചു ആയിരുന്നെങ്കിൽ ഹരിക്ക് അവൾ പൂവായിരുന്നു. മോൾക്ക് 3 വയസ്സുവരെ ചെറിയ ചില വഴക്കും പിണക്കവും ഉണ്ടെന്നത് മാറ്റിവെച്ചാൽ ആർക്കും അസൂയ തോന്നുന്ന ഒരു ദാമ്പത്യമായിരുന്നു ഹരിയുടെയും നീരജയുടെയും. പക്ഷെ അതെല്ലാം മാറി പറഞ്ഞത് പൂവിന്റെ പിറന്നാളിന്റെ തലേന്നായിരുന്നു. ഹരിയെ അടിമുടി തളർത്തി പൂർണ്ണമായും തകർത്ത ആ സംഭവം. എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ? വെച്ചു ദേവൻ മാമേ. തിരുമേനിയുടെ ചോദ്യത്തിന് അതേ സ്നേഹത്തോടെയാണ് ഹരി മറുപടി പറഞ്ഞത്. ഒരുപാട് സങ്കടമുണ്ടെന്നറിയാം, പക്ഷെ ഒക്കെ മാറും. പുതിയ സ്ഥലം നിന്നെ കാത്തിരിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങളുമായിട്ടാകും. സന്തോഷം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല മാമേ. ഇനി വേണ്ടാത്തതൊന്നും മനസ്സിൽ ചിന്തിക്കണ്ട. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്. ഇനി നിനക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനായി മാത്രമാകും. ദേവി നിന്നെ കാത്തോളും. അനുഗ്രഹം പോലെ ദേവൻ തിരുമേനി പറഞ്ഞതും ആ കാൽപാദം തൊട്ട് തൊഴുവാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഇന്ന് വരെ നടന്നത് നല്ലതായിരുന്നെങ്കിൽ. എന്തായാലും ഇനി അതുപോലുള്ള നന്മകളൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ പ്രാർത്ഥിച്ചാണ് അവൻ അദ്ദേഹത്തിൽ നിന്നും പിന്മാറിയത്.
അപ്പൊ രാഹുകാലം തുടങ്ങുന്നതിന് മുന്നേ ഇറങ്ങിക്കോ. വിഷമിക്കണ്ടടോ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. സുമിത്രയെ കിടത്തിയിടത്തേക്ക് നോക്കി കണ്ണു നിറയ്ക്കുന്ന കൈമളുമാഷിന്റെ തോളിൽ ഒന്ന് തട്ടി ദേവൻ തിരുമേനി ആശ്വസിപ്പിച്ചു. അതിനു മറുപടിയായി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർ കാറിലേക്ക് കയറി, പുതിയൊരു തുടക്കത്തിനായി. അമ്മേ, സീതമ്മേ! സൈക്കിളിന്റെ ബെല്ലടിച്ചുള്ള വിളിയിൽ മുൻവശത്തെ ഡോർ തുറന്ന് ഐശ്വര്യമുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഇന്ന് നേരത്തെയാണല്ലോ മണിക്കുട്ടി. കയ്യിലിരുന്ന പാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സീതമ്മ ചോദിച്ചു. ഒപ്പം അതിൽ തൂങ്ങിക്കിടക്കുന്ന 3-4 പാൽക്കൂപ്പുകളിലേക്കും അവരുടെ കണ്ണോടിപ്പോയി. ഇന്ന് ഒക്കെ വേഗം തീർത്തിട്ട് വേണം ആ വീട് ഒന്നുകൂടെ തുടച്ചിടാൻ. മുന്നിലത്തെ വീട്ടിലേക്ക് ചൂണ്ടി അവൾ പറഞ്ഞതും സീതമ്മയുടെ കണ്ണും അവിടേക്ക് പോയി. അതിന് നീ എന്തു തുടയ്ക്കാനാ മോളെ? ഇന്നലെ കൂടി നീ വന്ന് തുടച്ചിട്ടതല്ലേ? ആണ്. എന്നാലും അവര് വന്ന് കേറുമ്പോൾ അവിടെ എവിടെയെങ്കിലും പൊടിയോ പൊട്ടോ കണ്ടിട്ട് ശേഖരൻ മാമയോട് പരാതി പറഞ്ഞാൽ? അതിന്റെ മോശം എന്റെ ശേഖരൻ മാമയ്ക്കല്ലേ. മാമൻ കരുതില്ലേ കാശ് വാങ്ങിയിട്ട് വൃത്തിയായി ഒന്നും ചെയ്തില്ലെന്ന്. അവൾ മെല്ലെ ഒന്ന് തപ്പി. അങ്ങനെ അവര് പരാതി പറയുകയാണെങ്കിൽ ഞാൻ കേട്ടോളാം. അതിനുവേണ്ടി കുട്ടി വീണ്ടും അവിടെ തുടയ്ക്കാൻ പോകണ്ട. പുറത്തെ ചാരുപടിയിലേക്ക് ഇറങ്ങി വന്ന് ദേവൻമാമ പറഞ്ഞതും താൻ പറഞ്ഞതൊക്കെ മാമൻ കേട്ടോ എന്നൊരു ചമ്മിയ ചിരിയില് അവള് സീതമ്മയ്ക്ക് പുറകിലായി തന്റെ മുഖം ഒളിപ്പിച്ചു. കേട്ടല്ലോ നിന്റെ മാമൻ പറഞ്ഞത്. അതുകൊണ്ട് ആ പണി ചെയ്യാൻ ഇനി പോവണ്ട. ഒരു കാര്യം ചെയ്, എന്തായാലും 2-3 കൂടിയല്ലേ പാല് കൊടുക്കാനുള്ളൂ. ഒക്കെ കൊടുത്തിട്ട് ഈ വഴി പോരെ. അപ്പോഴേക്കും നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും കഴിക്കാനുള്ള ഇഡലിയും സാമ്പാറും ഞാൻ എടുത്തു വെക്കാം. അയ്യോ, അതൊന്നും വേണ്ട സീതമ്മേ, ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ വന്നത്. പറയുന്നതിനൊപ്പം തന്നെ അവൾ ലേഡി ബേർഡ് സൈക്കിൾ തിരിച്ചു. പെട്ടെന്നുള്ള തിരിച്ചലായതുകൊണ്ട് മുന്നിലെ കൊട്ടയിലെ പാൽക്കുപ്പികൾ പരസ്പരം കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കി. മെല്ലെ ശേഖരൻ വിലക്കി. എടി മണിക്കുട്ടി, നല്ല തുമ്പപ്പൂ പോലുള്ള ഇഡലിയും മല്ലിയിലയിട്ട സാമ്പാറും കുറുക്കിയെടുത്ത വെള്ളച്ചട്നിയുമാണ്. ഒരെണ്ണം കഴിച്ചു തുടങ്ങിയാൽ 9 മനസ്സറിയാതെ പോവും. മാമൻ ഇഡലി കഴിച്ച രസം മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് പറയുന്ന കേട്ടതും മണിക്കുട്ടിയുടെ നാവിൻ തുമ്പിലും ആ രുചി അതുപോലെ എത്തി. അത് ആസ്വദിച്ചറിയും പോലെ അവളുടെ കണ്ണിമ ഒന്നുകൂടി മൂടി തുറന്നു. അപ്പം മണിക്കുട്ടി വേഗം പോയിട്ട് വായോ. സീതമ്മ പറഞ്ഞതും അവള് കുഞ്ഞു പുഞ്ചിരിയോടെ നോക്കി. പോയിട്ട് ഞാൻ ഈ വഴി വരില്ല സീതമ്മേ. അമ്മയ്ക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത് കേട്ടോ. ഇതിപ്പോ ആ വീട് തുടയ്ക്കണമല്ലോന്ന് കരുതിയിട്ട് നേരത്തെ പാലുമായി ഇറങ്ങിയത് തന്നെ. ഇനിയിപ്പം അതില്ലാത്തത് കൊണ്ട് നേരത്തെ വന്നിട്ട് അമ്മയും കൂട്ടി എനിക്ക് ആ വൈദ്യരുടെ അടുത്തുനിന്ന് പോണം. തണുപ്പിന്റെ ആണെന്ന് തോന്നുന്നു. വിമിഷ്ടം നല്ലോണമുണ്ട് അമ്മയ്ക്ക്. ഇന്ദ്രൻ കൊണ്ടുപോയില്ലേ അമ്മേനെ? ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സീതമ്മ ചോദിച്ചു പോയല്ലോ എന്നാലോചിച്ചത്. അവൾ അതിന് നേർമയിൽ പുഞ്ചിരിച്ചു. അതിലുണ്ടായിരുന്നു അവൾ പറയാതെ പറഞ്ഞ സങ്കടങ്ങൾ. പോട്ടേമ്മേ, ചെന്നിട്ട് 100 കൂട്ടം പണിയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാവും അവളുടെ മറുപടി എന്നറിയാവുന്ന സീത വെറുതെ ഒന്ന് തലയാട്ടി. സീതമ്മ വിഷമിക്കണ്ട. ഒരു ദിവസം ഒരു കലം നിറയെ ഇഡലിയും സാമ്പാറും കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരും. പിന്നെ പുതിയ താമസക്കാർ വരുമ്പോൾ പറ്റുമെങ്കിൽ എന്റെ അടുത്ത് നിന്ന് തന്നെ പാല് വാങ്ങാൻ പറയണം സീതമ്മ അവരോട്. നിറഞ്ഞ ചിരിയാൽ അവര് തല കുലുക്കിയതും പെണ്ണി ലേഡി ബേർഡിന്റെ സൈക്കിളും എടുത്തു പാഞ്ഞു. അവള് കഴിക്കില്ലെന്ന് തനിക്കറിയാമായിരുന്നു അല്ലേടോ. ഇന്നും ഇന്നലെയും ഒന്നും കാണുന്നതല്ലോ ശേഖരേട്ടാ നമ്മളെ മണിക്കുട്ടിയെ. അവൾ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ. പട്ടിണി കിടന്നാലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കില്ല. അതിനും കൂടെ പറയിപ്പിക്കും ആ മൂത്തവൻ ഇന്ദ്രൻ. പറഞ്ഞുകൊണ്ട് തൂക്കുപാത്രത്തിലെ പാലുമായി അവർ തിരിഞ്ഞു നടന്നു. ശാരദയ്ക്ക് ഒട്ടും വയ്യേ സീതേ. പിന്നാലെ കേറിയ മാഷി തിരക്കി. തണുപ്പിന്റെ ആണെന്ന് തോന്നുന്നു. വിമ്മിഷ്ടവും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ചെക്കൻ അവിടെ കാണിക്കുന്ന അഹമ്മദിക്ക് പറയുകയും വേണ്ട. 2 പേർക്കുള്ള കോഫി ഉണ്ടാക്കാനായി പാൽ സോസ് പാനിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചുകൊണ്ട് സീത തിരിഞ്ഞ് ശേഖരനെ നോക്കി. അപ്പോ ആ മോളുടെയും കാര്യം കഷ്ടമാണ് അല്ലേ സീതേ? അതൊരു ചോദ്യമാണോ ഏട്ടാ? പശു, ആട്, കോഴി എന്ന് വേണ്ട, പഠിക്കുന്നതിനൊപ്പം ആ പെങ്കൊച്ചി എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. സത്യം പറയാലോ, അങ്ങനെ ഒരു മോളെ കിട്ടിയ ശാരദ പുണ്യം ചെയ്തവളാ. അത്രയ്ക്ക് നല്ല മനസ്സുള്ള നല്ല പെൺകുട്ടിയാ മണിക്കുട്ടി. നേരാ. അവളുടെ ഈ കഷ്ടപ്പാടിനൊക്കെ ദൈവം എന്നെങ്കിലും ഒരു നന്മ വരുത്തിക്കും.
ശേഖരേട്ടൻ നോക്കിക്കോ. പരസ്പരം പറഞ്ഞുകൊണ്ട് സീതമ്മ കോഫി 2 പാത്രത്തിലേക്ക് പകർത്തി. അരീ നമ്മ ഇപ്പൊ എവിടെയാ പോവാ? ഇതിപ്പ എത്ര തവണയായി പോവേ? മടിയിലിരിക്കുന്ന പിഞ്ചിനെ നോക്കിക്കൊണ്ട് ഹരി കണ്ണൊന്ന് കൂർപ്പിച്ചു. നാം അന്ന് പോയിട്ടല്ലേ ഹരി? അവൾ അവന്റെ താടി പിടിച്ചു കൊഞ്ചി. ഓഹോ, ആണോ? ആ, നാം കുഞ്ഞല്ലേ. പെണ്ണ് ഉച്ചിയിൽ കെട്ടിക്കൊടുത്ത 2 കൊമ്പും കുലുക്കിക്കൊണ്ട് പാവം പോലെ അവന്റെ മുഖത്തു നോക്കിയതും ഹരി അറിയാതെ ചിരിച്ചുപോയി. അപ്പൊ പറയരി, നാം എവിടെ പോവാ? അവന്റെ മടിയിൽ ഒന്നും കൂടി കയറിയിരുന്നവൾ കുണുങ്ങി. നായല്ലടി, പൂച്ചയാ പോണേ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കൈമൾ മാഷ് അടുത്തിരിക്കുന്നവളെ നോക്കി നാക്ക് നീട്ടി കോക്കറി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അരി, മുത്തശ്ശ ബാബോയ് കാണിച്ചുന്നു. അടിക്കരി, മുത്തശ്ശനെ അടിക്കരി. പെണ്ണ് ദേഷ്യം പിടിച്ചുകൊണ്ട് അവന്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. പിന്നെ എന്നെ അടിക്കാൻ? നിന്റെ ഈ അരിയെ ഞാൻ കാറിൽ നിന്നും എടുത്തെറിയും, നോക്കിക്കോ. അടങ്ങിയിരിക്കച്ച, ചുമ്മാ പെണ്ണിനെ ദേഷ്യം പിടിപ്പിക്കാൻ. ഹരി മാഷിനെ നോക്കി കണ്ണുരുട്ടി. പിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇവൾക്ക് മാത്രമേ ദേഷ്യം വരത്തുള്ളോ? എന്തേ, എനിക്ക് വരില്ലേ? ദേഷ്യം പിടിച്ച് തന്നെ തല്ലാൻ നിൽക്കുന്നവളെ നോക്കി കൈമൾ മാഷ് പിന്നെയും ചൊടിച്ചു. അരി, ബാഡ് ബോയെ തല്ല്. പെണ്ണ് വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇങ്ങ് വാ തല്ലാൻ. നിന്നെയും നിന്റെ അരിയെയും ഞാൻ. പറഞ്ഞു തീർന്നില്ല. അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കൈമൾ മാഷിന്റെ ഇടത് കൈയിലേക്ക് വലിഞ്ഞു കയറി കീരിപ്പല്ല് വെച്ച് അമർത്തിക്കടിച്ചു. അയ്യോ! അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാത്ത മാഷിന്റെ കയ്യിൽ നിന്നും വണ്ടി ചെറുകെയൊന്ന് പാളി. പെട്ടെന്ന് അയാൾ വണ്ടി ഒതുക്കി. പൂവി, എന്തായി കാണിക്കുന്നേ? കുഞ്ഞിനെ വലിച്ചു പിടിച്ച് മടിയിലേക്ക് വെച്ചുകൊണ്ട് ഹരി ദേഷ്യപ്പെട്ടതും പെണ്ണ് കണ്ണൊക്കെ നിറച്ചുകൊണ്ട് കള്ളത്തരത്തിൽ കരച്ചിൽ തുടങ്ങാനുള്ള ഭാവമായി. അരി ബാഡ് ബോയ, എന്നെ വക്കു പറഞ്ഞു. പെണ്ണങ്ങോട്ട് വിതുമ്പാൻ തുടങ്ങി. പൂവേ, മേണ്ട, തൊടണ്ട, മുത്തശ്ശ, അരി തല്ലി. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൾ ഹരിയുടെ കയ്യിൽ നിന്നും മാഷിന്റെ ദേഹത്തേക്ക് ചാടി. അച്ചോടാ, പൂവിനെ ഇവൻ തല്ലിയോ? എടാ, നീ നീ എന്റെ കുഞ്ഞിനെ തല്ലിയോടാ? വലിയ ഗർവിൽ മുത്തശ്ശന്റെ മടിയിലിരുന്ന് തന്നോട് ചോദ്യം ചോദിക്കുന്നവളെ കണ്ടതും വാലു മുറിഞ്ഞ പോലെ ഹരി മുത്തശ്ശനെയും മോളെയും നോക്കിയിരുന്നു പോയി.